ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 26 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്കും അനുഗ്രഹം നൽകുകയാണ്. മുജ്ജന്മസുകൃതം കൊണ്ട് ഗജേന്ദ്രനെ താൻ അന്ന് ആരാധിച്ച ആ ഭഗവത് രൂപവും താമരപ്പൂക്കളും ദിവ്യമായ സ്തോത്രവും ഒക്കെ വ്യക്തമായിട്ട് ബുദ്ധിയിൽ തെളിയുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തുമ്പിക്കൈ നീട്ടിക്കൊണ്ട് വട്ടത്തിലിങ്ങനെ വെള്ളത്തിന് മുകളിൽ തപ്പുകയാണ്. തിരഞ്ഞ് തുമ്പിയിൽ തട്ടിയിട്ടുള്ള ആ താമരപ്പൂക്കളെ ഒരുമിച്ച് ഒരു കുലയായിട്ട് വലിച്ചെടുത്ത് ഭഗവത് പാദത്തിലേക്ക് എത്തണേ ഇത് എന്ന സങ്കല്പത്തോടു കൂടി മുകളിലേക്ക് നീട്ടി എന്നല്ലേ പറഞ്ഞ്. ആ നിമിഷം താഴോട്ടിറങ്ങി വന്ന അവതരിച്ച ഭഗവാൻ, ഗുരുവായൂരപ്പ അത് അങ്ങ് തന്നെയല്ലേ എന്നൊന്ന് ശ്രീകോവിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ഭട്ടതിരി പറയാണ്, അന്ന് ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഓടിയെത്തിയ അങ്ങ് ഒരു കൈകൊണ്ട് തൻ്റെ ഭക്തൻ തനിക്കായി നീട്ടിയിട്ടുള്ള താമരപ്പൂക്കൾ പിടിച്ചു. അതോടൊപ്പം തന്നെ ക്ഷീണിച്ച് വിറയ്ക്കുന്ന ആ തുമ്പിയെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. ആ കാലിൽ പിടിച്ചിട്ടുള്ള ഭീമാകാരനായിട്ടുള്ള മുതലയോടൊപ്പം. എന്നിട്ടോ സുദർശന ചക്രം കൊണ്ട് മുതലയുടെ വായ പിളർന്നു. ഗജേന്ദ്രൻ്റെ കാലുമെന്ന് ഇനി മതി, ഇനി ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഭക്തനെ വേദനിപ്പിച്ചത് മതി എന്ന് പറഞ്ഞ് ശാപമോക്ഷം കൊടുക്കുന്ന വിധത്തിൽ ആ സുദർശന ചക്രം കൊണ്ട് വായ പിളർന്നു. ആ നിമിഷം ആ ഹൂഹു എന്ന ഗന്ധർവനായിട്ട് മുതല മാറുകയും ചെയ്തു. മുമ്പ് ദേവല മഹർഷി കൊടുത്ത ശാപത്തിൻ്റെ അനുഗ്രഹം, ശാപമോക്ഷം നേടിയിട്ട് ദിവ്യരൂപ ധരിച്ചിട്ടുള്ള ഗന്ധർവൻ ഭഗവാനെ നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു, സ്തുതിച്ചു. അതിനുശേഷം തെളിഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഭഗവാന്റെ ഭക്തിയോട് കൂടിയിട്ട് തിരിച്ചു പോവാണ് ഗന്ധർവലോകത്തേക്ക്. ഒപ്പം ഭഗവത് സാരൂപ്യം നേടി ആന. ഭഗവാൻ ഇങ്ങനെ ആലിംഗനം ചെയ്തു ഗജേന്ദ്രനെ. എത്ര കാലം നീ വേദനിച്ചു അല്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ ആനയെയും അനുഗ്രഹിക്കുന്ന ഭഗവാനെ നമ്മൾ സ്മരിക്കണം. എപ്പോൾ മനസ്സിൽ മറ്റ് ചിന്തകൾ വന്നുകൂടുന്നതിന് മുൻപേ, പ്രാതകാലത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഏറ്റവും വലിയ ശ്രേയസ് എന്താണോ നല്ലത് അത് ഭഗവാൻ തീർച്ചയായിട്ടും വരുത്തും എന്നാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മനസ്സാകുന്ന ആകാശത്തിൽ ഈ ഗജേന്ദ്രനെ ഇങ്ങനെ പ്രാരബ്ധത്തിൽ നിന്നും വലിച്ചു കയറ്റുന്ന ആ ഭഗവാന്റെ പുഞ്ചിരിച്ച കരുണയോടുകൂടിയ ആ മുഖം നമുക്ക് ഓർക്കാം. 10ാമത്തെ ശ്ലോകം. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാദ് ഇത്യുക്ത്വാ ഏനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. അർത്ഥം ഇങ്ങനെയാണ്. ഏതത് വൃത്തം, ഈ പറഞ്ഞ ഗജേന്ദ്രമോക്ഷം എന്ന ചരിത്രത്തെയും, ത്വാം ച ഗജേന്ദ്ര നിന്നെയും, മാം ച എന്നെയും, എന്നെ എന്നല്ല ഭഗവാൻ ആദ്യം പറയണത് തൻ്റെ ഭക്തൻ്റെ കാര്യമാണ്. ഗജേന്ദ്ര നിന്നെയും എന്നെയും, യ ആരാണോ പ്രാഗേഗായത് പ്രഭാതത്തിൽ രാവിലെ തന്നെ മനസ്സും പ്രകൃതിയും ഒക്കെ തെളിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഹൃദയത്തിലെ ആകാശത്തിൽ ഈ ചിത്രം ഗജേന്ദ്രനെ ഭഗവാൻ പിടിച്ചുയർത്തുന്നതായ, ഭഗവാനെ ആരാധിക്കുന്ന താമരപ്പൂക്കൾ ഭഗവാന്റെ കാലിൽ വയ്ക്കാൻ ശ്രമിക്കുന്നതായ ആ ഗജേന്ദ്രനെയും എന്നെയും രാവിലെ ആരാണോ ഗായേത് ഈ കീർത്തനം ചൊല്ലുന്നത്, അതല്ലെങ്കിൽ സ്മരിക്കുന്നത്, സ അയം അങ്ങനെയുള്ള ആ ഭക്തൻ ഭൂയസേ ശ്രേയസേ സ്യാദ്
ഏറ്റവും വലിയതായ ശ്രേയസ്സിന്, അഭ്യുന്നതിക്ക് അർഹനായിത്തീരും. അതാണ് അനുഗ്രഹം, നമുക്കൊക്കെ ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹം. ഹേ വാതാലയേശ, ഭഗവാനെ, ഗുരുവായൂരപ്പ, വിഷ്ണു, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് ചൈതന്യം തന്നെയായിട്ടുള്ള ഭഗവാനെ, ഇതി ഏനം ഉക്ത്വ, ഇപ്രകാരം ഗജേന്ദ്രനെ ചേർത്ത് പിടിച്ച് അവനോട് പറഞ്ഞിട്ട്, തേന സാർദ്ധം, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ആ ഗജേന്ദ്രനോടൊപ്പം, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം സാരൂപ്യമുക്തി നേടിയിട്ടുള്ള ആ ദിവ്യാത്മാവിനൊപ്പം, ഗതാ ത്വം പാഹി, വൈകുണ്ഠ മന്ദിരത്തിലേക്ക്, ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആവാസസ്ഥലം ആയിട്ടുള്ള, സർവത്ര നിറഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും ആ വൈകുണ്ഠത്തിനെ ഭഗവാന്റെ സ്ഥാനം എന്ന് പറയും. അങ്ങോട്ടേക്ക് ഈ ഗജേന്ദ്രൻ്റെ കൂടെ ഭഗവാൻ പോണു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏതത് വൃത്തം ത്വാം ച മാം ച യ പ്രാഗേ ഗായേത്, ഈ കഥയെയും നിന്നെയും എന്നെയും നേരിട്ട് ഭഗവാൻ പറയാണ്. ആരാണോ പ്രഭാതങ്ങളിൽ കീർത്തിക്കുന്നത് സ അയം, ആ ആൾ ഭക്തനാവാതെ തരല്ല, ആ ആൾക്കും ഭൂയസേ ശ്രേയസേ സ്യാത്, വലുതായ ശ്രേയസ്സിന് അർഹതയുണ്ടാകും. കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യുക ഈ കഥ. ഹേ വാതാലയേശ വിഷ്ണു, അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ഇതിയേനം ഉക്ത്വ, ഇപ്രകാരം അവനോട് പറഞ്ഞിട്ട്, തേന സാർദ്ധം, അവനോട് കൂടി, ഗജേന്ദ്രനോട് കൂടി, ധിഷ്ണ്യം ഗത ത്വം, വൈകുണ്ഠത്തിലേക്ക് പോയ, വൈകുണ്ഠത്തെ പ്രാപിച്ച അവിടുന്ന് എന്നെയും രക്ഷിക്കണേ, മാം പാഹി എന്ന് പറഞ്ഞാണ് ഈ ദശകം അവസാനിക്കുന്നത്. ഭക്തശിരോമണി എന്ന് പ്രസിദ്ധനായിട്ടുള്ള വാഴക്കുന്നം തിരുമേനി ഈ വൈകുണ്ഠയാത്ര നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ശ്ലോകത്തിലൂടെ, ഒരു കീർത്തനത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ 2 വരി ഇങ്ങനെയാണ്. 2 ഗരുഡന്മാർ വന്നു അത്രേ. ഭഗവാൻ ഒരു ഗരുഡനിലും തൊട്ടടുത്ത് ഗജേന്ദ്രൻ മറ്റൊരു ഗരുഡനിലും. ഗജേന്ദ്രനും അങ്ങനെ 4 കൈകളുമൊക്കെയുള്ള ഭഗവത് സാരൂപ്യം തന്നെയാണ്, ഭഗവാന്റെ രൂപം തന്നെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ 2 വരി വായിക്കാം. 2 താർഷ്യന്മാരിലേറി 2 പേരുമൊപ്പം, അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട്, നീലവർണ്ണം ചേർന്ന വാനിൽ ചേലിയെട്ടി പൊങ്ങി. അങ്ങനെ ശംഖനാദത്തോടൊപ്പമുള്ള ആ വൈകുണ്ഠയാത്ര നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞ് വിളങ്ങട്ടെ. അങ്ങനെ 2 കൂടി സല്ലപിച്ച് പോകുമ്പോഴാണ് ഭഗവാൻ പറയണത്, ഗജേന്ദ്ര, എൻ്റെ പ്രിയ ഭക്തനായ നിന്നെയും എന്നെയും ആരാണോ പ്രഭാതത്തിൽ ഭക്തിയോടെ സ്മരിക്കുന്നത് അവർക്കൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ശ്രേയസ് നൽകുന്നതാണ് കേട്ടോ. എൻ്റെ കൂടെ നീയും ഈ ലോകത്തിൽ പ്രസിദ്ധനായിത്തീരും. അല്ലെങ്കിൽ ഭക്തൻ്റെ കൂടെ, നീയാകുന്ന ഭക്തൻ്റെ കൂടെ എനിക്കും കൂടുതൽ ശ്രേയസ് കിട്ടും. ഇത് സ്മരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ നേരിട്ടാണ് പറയണത്. നമുക്കും ഭൗതിക ബന്ധനങ്ങളും ചിന്തകളും പലതരത്തിലുള്ള മനോമാലിന്യങ്ങളും ആകുന്ന ചെളിയിൽ നമ്മളുടെ മനസ്സാണ്ട് പോകുമ്പോൾ ആ താമരപ്പൂവിനെ, ഹൃദയമാകുന്ന താമരപ്പൂവിനെ ഭഗവാന്റെ കാരുണ്യ സമുദ്രമായിട്ടുള്ള ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ അർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം മേൽക്കുമേൽ അഭ്യുന്നതി കിട്ടുന്നത് തന്നെയാണ്. ഈ ശ്രേഷ്ഠമായ കഥ മുഴുവനും മലയാളത്തിൽ ഒരു ശ്ലോകത്തിലേക്ക് സംഗ്രഹിച്ചിട്ടുണ്ട്. അതും ഒന്ന് ചൊല്ലാം. കുംഭീന്ദ്രൻ പോയി ത്രികൂടാചലോപരി സരസി മുത, പണ്ടഗസ്ത്യശാപാൽ പിൻകാലിന്മേൽ കടിച്ചു മുതല, കടിവിടാഞ്ഞായിരത്താണ്ടുഴന്നാൻ. അന്നേരം പോന്നു വന്നു മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയ,
ചക്രം ചക്രേണ കൊന്ന് കരിവരനഥ സായൂജ്യമേകി മുകുന്ദൻ. ഈ ദശകവും 26-ാമത്തെ ദശകവും ഭഗവാന്റെ